ഇത് ഈ പോയിന്റ് തൊട്ട് വണ്ടിയുണ്ട്, എല്ലാ വണ്ടികളും ഈ പോയിന്റ് ഓടുന്നുണ്ട്. ലെഫ്റ്റിൽ കാണാം നിങ്ങൾക്ക് ബോർഡുമേല് ശ്രീ കാശി വിശ്വനാഥ് മന്ദിർ. ഈ പോയിന്റിന് ലെഫ്റ്റിലേക്ക് കയറാൻ പറ്റൂല വണ്ടി എടുത്തിട്ട്, ഇത്ര മാത്രമേ വണ്ടി പോകുന്നില്ലൂ. അപ്പോൾ ഇവിടുന്നാണ് ഇനി നമ്മൾ ഓട്ടോ പിടിച്ച് സാർനാഥിലേക്ക് പോണ്ട്. വേഗം കാര്യങ്ങൾ നോക്കട്ടെ. ജനങ്ങൾ ഇവിടെ ഇറങ്ങിയിട്ടാണ് അങ്ങോട്ട് വരുന്നത്. ഇപ്പൊ ഈ പോയിന്റ് ഇവിടുന്ന് ആണ് ക്യൂ തുടങ്ങുന്നത്. ക്യൂവിലേക്ക് ഇപ്പൊ ഇവിടുന്ന് അമ്പലത്തിന്റെ അവിടത്തേക്ക് ഏകദേശം ഒരു 3 കിലോമീറ്റർ ഉണ്ട്. 2 തൊട്ട് 3 കിലോമീറ്ററിന്റെ അടുത്തുണ്ട്. ചില ആളോട് ചോദിച്ച റോങ് ഇൻഫർമേഷനാ പറഞ്ഞു തരിക. അത് അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയുക. ഇങ്ങനെ റോങ് ഇൻഫർമേഷൻ നമ്മളെ പോലത്തെ ആൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ റോങ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി തിരിഞ്ഞു പോകും. ഒന്നാമത് ഇത് തിരക്കില്ല സ്ഥലവും. ഒരു സ്ഥലത്ത് പോയി തിരിച്ച് വരാന്ന് പറഞ്ഞാൽ ഇത്ര എളുപ്പമല്ല തിരക്കിന്റെ ഇടയിൽ. ചില പോലീസുകാർ ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല എന്ന് പറയുന്നില്ല. അവരും റോങ് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട് എനിക്ക്. അവര് പിന്നെ ഈ നാട്ടിലെ ആൾക്കാരായിരിക്കൂല. എന്നാലും അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയണ്ടേ. റോങ് ഇൻഫർമേഷൻ തന്നായാലും വലിയ ബുദ്ധിമുട്ടല്ലേ. നോക്കട്ടെ, ഓട്ടോ എല്ലാം സെക്കൻഡ് വെച്ചിട്ടാ ഫുള്ളാവുന്നു. ഗ്രൂപ്പ് അങ്ങോട്ട് കയറുക. പ്രയാഗ്രാജിലെ അതേ സംഗതി സ്ഥിതി തന്നെ ഇവിടെയൊക്കെ ഉള്ളത്. സിംഗിൾ ആയിട്ട് എല്ലാ ഓട്ടോ കയറി പറ്റാൻ കുറച്ച് പണിയാ. എങ്ങനെയാലും കയറി പറ്റണം. നോക്കട്ടെ. സാർനാഥിലേക്ക് പോകാൻ വേണ്ടി ഇവിടുന്ന് പച്ച്കോശി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകണം ആദ്യം ഷെയറിംഗ് ഓട്ടോയില്. അവിടുന്ന് പിന്നെ സാർനാഥിലേക്ക് ഡയറക്റ്റ് പോകാൻ 600 റുപ്യല്ല ചോദിക്കുന്നത് സിംഗിളായിട്ട് ഓട്ടോയിൽ പോകാൻ വേണ്ടി. ഒന്നാമത് അത്ര റേറ്റ് ഇല്ല ചോദിച്ചപ്പോൾ. ഹോട്ടലിൽ താമസിച്ച റൂമിൽ ചോദിച്ചപ്പോൾ റേറ്റ് ഇല്ല, 300 റുപ്യ ഇല്ല. പക്ഷെ ഇപ്പൊ ഡബിൾ റേറ്റ് അല്ല എടുക്കുന്നത്, തോന്നിയ പൈസ എടുക്കുന്നത്. അങ്ങനെ നിയന്ത്രണമൊന്നുമില്ല ഒരു കാര്യത്തിലും. ഇതിപ്പോ കണ്ട ആൾക്കാർ മുഴുവൻ ഈ സൈഡ് റോഡിൽ കൂടെ നടക്കുക. വണ്ടികളെല്ലാം ചെയ്യാത്തോണ്ട് സൈക്കിൾ റിക്ഷയെല്ലാം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ പോയിന്റ് വരെ എത്തിക്കാന്നാ പറഞ്ഞ. ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ. ഏറ്റവും ചീപ്പായിട്ട് ഇപ്പൊ സൈക്കിൾ റിക്ഷ ഇവിടെ ഓടും, ചവിട്ടി പോകുന്നു. ഇപ്പൊ കുറഞ്ഞു, സൈക്കിൾ റിക്ഷ കുറഞ്ഞു. കാരണം ഇലക്ട്രിക് ഓട്ടോ വന്നോണ്ട്, ഇലക്ട്രിക്കിന്റെ ഒരു ട്രൈ സൈക്കിൾ പോലത്തെ ഒരു ഓട്ടോ വന്നോണ്ട് സൈക്കിൾ റിക്ഷ കുറഞ്ഞിപ്പം. അപ്പൊ നമ്മളിപ്പം സൈക്കിൾ റിക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുക. സൈഡില് കർണാടകത്തിന്റെ ഒരു വണ്ടി പോലീസിന്റെ ബീക്കൺ ഇട്ടിട്ട്. സൈക്കിൾ റിക്ഷയിലെ കാഴ്ചകളായത്. റോഡിന്റെ അപ്പുറത്തെ സൈഡിലും കാണാൻ നിങ്ങൾക്ക് തിരക്ക്. അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന, ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന എല്ലാ ഭാഗത്തും തിരക്കാ. കടയിന്റെ തിണ്ണകളിലും കടയിന്റെ സൈഡിലെല്ലാം ആള് കിടന്ന് ഉറങ്ങുന്നുണ്ട്. റൂം എടുക്കാൻ പറ്റാത്ത ആൾക്കാർ, റൂമിൽ എത്തിപ്പെടാൻ പറ്റാത്ത ആൾക്കാർ, കുറെ പ്രാവശ്യം റൂം അന്വേഷിച്ചിട്ട് മടുത്ത ആൾക്കാർ, പുതിയ വന്നിട്ട് റൂം കണ്ടുപിടിക്കാൻ പറ്റാത്ത ആൾക്കാർ, ഇങ്ങനത്തെ ആൾക്കാരെല്ലാം റോഡ് സൈഡിന് വിരിപ്പും വിരിച്ച് കിടക്കുന്നുണ്ട്. ഈ വിരിപ്പ് വിരിച്ച് താഴെ കിടക്കുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർക്ക്, നോർത്തിലെ ആൾക്കാർക്ക് വലിയൊരു പുത്തിരിയല്ല. കാരണം അവര് എവിടെ പോയാലും നമുക്ക് കാണാം, അവരൊരു വിരിപ്പ് വിരിച്ച് അവിടെ കിടക്കും, അല്ല ഇരിക്കും. റെയിൽവേ സ്റ്റേഷനിലാണെങ്കിലും എവിടെയും. നമ്മള് ഈ കേരളത്തിൽ നിന്ന് വരുന്ന നമുക്കാണ് ഇതൊക്കെ ഒരു പുതിയ കാര്യം. കാരണം നമ്മൾ ബെഡിലേ കിടക്കും, താഴെ കിടക്കുന്ന വളരെ കുറവാണ്. നമുക്കൊരു കുറച്ചലാണ്, ഒരു മടിയാണ്, മുഷിപ്പാണ്. ആള് കണ്ട എന്ത് വിചാരിക്കുന്നൊക്കെയാണ് നമ്മളെ മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇവിടെ ലൈഫ് വ്യത്യാസമുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് വാരണാസിയിലെ ഒരു കാഴ്ച. ഈ പറഞ്ഞ പോലെ കുറച്ച് വരാനുണ്ട് ഇങ്ങോട്ടേക്ക്. 1 കിലോമീറ്റർ, 1.5 കിലോമീറ്റർ അത്രയേ ഉള്ളൂ. സൈക്കിൾ റിക്ഷ ഇവിടെയെല്ലാം വണ്ടിയുണ്ട്. പക്ഷെ ഇവിടെ നിന്നെല്ലാം എടുത്തു കഴിഞ്ഞാല് എത്തിപ്പെടാനാണ് കുറച്ച് സമയം എടുക്കുക. 10 കിലോമീറ്ററിൽ എത്താൻ വേണ്ടി ട്രാഫിക് എല്ലാം കഴിച്ചിട്ട് ഏകദേശം 1 മണിക്കൂറിന്റെ മുകളിൽ പിടിക്കും. 10 കിലോമീറ്റർ 1.5 കിലോമീറ്റർ അത്രയേ ഉള്ളൂ. 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ അത്രയേ ഉള്ളൂ.
സാർനാഥ് കാണണം. അടുത്ത പരിപാടി സാർനാഥ് കഴിഞ്ഞിട്ട് രാത്രി അവിടുന്ന് പുറപ്പെടണം, റിട്ടേൺ പുറപ്പെടണം. കാരണം വേറെ കുറച്ച് സ്ഥലങ്ങളും കാണാനുണ്ടായിരുന്നു. പക്ഷെ ഈ തിരക്കില് ഒരു നല്ല ഐഡിയ അല്ല ഇനിയിപ്പം മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ വേണ്ടി. അയോധ്യയിലൊന്ന് പോകണമെന്നുണ്ടായിരുന്നു, രാം മന്ദിർ കാണാൻ വേണ്ടി. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ ഒരു നല്ല ഐഡിയ അല്ല. അപ്പൊ നമ്മൾ ഒരു ഷെയറിംഗ് ഓട്ടോ കയറി, ഇലക്ട്രിക് ഓട്ടോ. നമ്മളെ കൊൽക്കത്തയിലേക്കാ കൊണ്ടുവിടുക. അവിടുന്ന് 5 കിലോമീറ്റർ ഉണ്ട്, 10 രൂപ ഇവിടുന്ന് പോയിന്റില്. കൊൽക്കത്തയിലേക്കാ വിടുക എന്ന് പറഞ്ഞ. കൊൽക്കത്തയല്ല കേട്ടോ, കൊൽക്കത്ത. നോക്കട്ടെ ഇനി അവിടെ പോയിട്ട് എന്തൊക്കെയാ കാര്യങ്ങള്. ഈ പോയിന്റോട്ട് വണ്ടിയുണ്ട്, അതുകൊണ്ട് വണ്ടിയെല്ലാം കുറെ ഒഴിഞ്ഞ്. അവിടെയാ തിരക്ക്, എല്ലാരും വന്ന് അവിടെയാ ചെന്ന് എൻഡ്. ഭയങ്കര തിരക്ക് ആ ഏരിയയില്. ഇവിടെയൊന്നും വലിയ തിരക്കേ ഇല്ല, ഒരു നോർമൽ ഡേ പോലെ, റെഗുലർ ഡേ പോലെ ഇവിടെയെല്ലാം. ഒരുപാട് ലോഡ്ജുകളുണ്ട് കേട്ടോ ഇവിടെ, ഒരുപാട് ലോഡ്ജുകളുണ്ട്. നമുക്ക് ഈ സ്ഥലം അറിയുകയാണെങ്കിൽ ലോഡ്ജ് കണ്ടുപിടിക്കാൻ എളുപ്പം. അങ്ങോട്ട് തിരക്കിന്റെ ഉള്ളിലൊന്നും കയറണ്ട, കുറച്ച് വിട്ടിട്ട് തന്നെ നിൽക്കാം. നല്ല ലോഡ്ജുകൾ കുറേ ഉണ്ട്. പിന്നെ പുറമേ നിന്നൊരു കാണാൻ വലിയ ലുക്കൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഉള്ളില് അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീനാ. 300 റുപ്യ 500 റുപ്യക്കെല്ലാം റൂം കിട്ടുന്നുണ്ട്, 500 റുപ്യക്കെല്ലാം റൂം കിട്ടുന്നുണ്ട്. അപ്പോൾ അടുത്ത പോയിന്റിന് അടുത്ത വിശേഷങ്ങള്. അപ്പൊ ഇതാണ് ഗോൽഗഡ്ഡ. ഗോൽഗഡ്ഡ എന്നാണ് കേട്ടോ. പറയുമ്പോ ഒന്നും ചിലപ്പോ മനസ്സിലാവില്ല, ബോർഡ് നോക്കി വായിച്ചാലേ മനസ്സിലാവും. ഇവിടെ നിന്നാണ് സാർനാഥിലേക്കുള്ള ഷെയറിങ് കിട്ടുക. 1-2 വണ്ടി മാറി കയറണം എന്തായാലും. നോക്കാം ഇനി. ഇപ്പോൾ തിരക്കാ, വന്നും പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ തിരക്കാ. അപ്പോ ചൂടാന്നിപ്പോ, വെയിലടിക്കുന്നത്. ജാക്കറ്റ് അഴിച്ചു വെക്കേണ്ടി വരും വെയില് കൊണ്ട്. ഉള്ളു വേർക്കാൻ തുടങ്ങി. ഇന്നലെ ഒന്നും ഈ ബുദ്ധിമുട്ടില്ല. ഇതിപ്പോ നേരെ സിറ്റിയിലല്ലേ, നേരെ ഓപ്പൺ ഏരിയ, ബോത്ത് വേണ്ട. അവിടെ നിന്ന് ഇങ്ങോട്ട് വെയിലടിക്കുന്നത്. സാർനാഥിലേക്കുള്ള ഓട്ടോ, കണക്റ്റിംഗ് ഓട്ടോ അന്വേഷിച്ച് നടക്കുക ഇവിടുന്ന്. ഓരോ സ്ഥലത്തുനിന്ന് ചോദിക്കുമ്പോൾ ഓരോന്നാ പറയുന്നത്, ഓരോരുത്തരും ഓരോന്നാ പറഞ്ഞു തരുന്നത്. നോക്കട്ടെ ഇനി അന്വേഷിച്ചിട്ട് ഓട്ടോ കയറി കഴിഞ്ഞാൽ പറയാം വിവരം. അപ്പോൾ ഇവിടെയുള്ള ഓട്ടോ ഉണ്ട്, ഇങ്ങനെയാണ്, ഫുള്ളായിരിക്കും. ഫ്രണ്ടിലെല്ലാം ആളെ ഇരുത്തും, 2 ആളെ ഫ്രണ്ടിൽ ഇരുത്തും, ബാക്കിൽ 6 ആളെ ഇരുത്തും. ഒരു ഇലക്ട്രിക് ഓട്ടോയിൽ ചിലപ്പോൾ 8 ആള് എല്ലാം കയറ്റിക്കൊണ്ടുപോകും. നമുക്ക് പറഞ്ഞ റെയിൽവേ ക്രോസിംഗ് എത്തി. ഇവിടുന്നാണ് സാർനാഥിലേക്ക് പോവാ. ഇവിടെ വാരാണസി സിറ്റിയിൽ തന്നെ 2-3 റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് അടുപ്പിച്ചിട്ട്. ഒരുപാട് ആൾക്കാരോട് ചോദിച്ചിട്ട് ഇവിടെ എത്തി ഇപ്പൊ. അങ്ങനെ നമ്മള് വാരാണസി വിട്ടു തുടങ്ങി. വാരാണസി തന്നെ ഇത് ടൗണ് കഴിഞ്ഞിട്ട് അതിന്റെ ഉൾഭാഗങ്ങളിലാണ് സാർനാഥിലേക്കാ പോണ്ട്. വാരണാസിയിൽ നിന്നൊരു 4 കിലോമീറ്റർ ഇങ്ങോട്ട് വന്ന് അവിടുന്ന് ഓട്ടോ പിടിച്ച. അപ്പോ തിരക്കായോണ്ട് അധികം റിസർവ് പോകാനാ നോക്കുന്നത്, സിംഗിളായിട്ട്. ഇവിടെ ഇപ്പൊ ഏതൊരു റെയിൽവേ സ്റ്റേഷൻ അടുത്ത്, അതിന്റെ ഈ റെയിൽവേന്റെ പണിയെടുക്കുന്നോണ്ടില്ല കാര്യങ്ങളൊക്കെയാണ്. ഏതാ റെയിൽവേ സ്റ്റേഷൻ എന്ന് ചോദിക്കട്ടെ. വാരാണസിയിലെ ഒരു റെയിൽവേ സ്റ്റേഷൻ തന്നെ ഇത്. ഓട്ടോക്കാരനോടും തൊട്ടടുത്തുള്ള ആള് ലോക്കലാണ്, പക്ഷെ പാന് വായിലില്ലോണ്ട്
പറയുമ്പോൾ അങ്ങനെയാ പറയുക. അത് എനിക്ക് മനസ്സിലായിട്ടില്ല. വാരാണസിന്ന് കേട്ടപ്പോൾ മനസ്സിലായി. അതിന്റെ കൂടെ CC എന്നെന്തോ പറഞ്ഞു, മനസ്സിലായിട്ടില്ല ചുരുക്കി പറഞ്ഞ. അപ്പൊ ഈ ഓട്ടോ തന്നെ കണ്ട 4 ആളായി, ഡ്രൈവറും 3 പാസഞ്ചറും ഫ്രണ്ടിൽ തന്നെയായി, ഞാനും മറ്റു 2 ആളും ബാക്കില്. അപ്പോൾ റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമാ. എനിക്കും പറഞ്ഞല്ലോ, ചോദിച്ചപ്പം മനസ്സിലായിട്ടില്ല ഏതാണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ പോന്ന സ്റ്റേഷനായത്. വാരാണസിന്റെ എന്തോ ഒരു പേരുണ്ട്, വാരാണസി എന്റെ കൂട്ടി എന്തോ ഒരു പേരുണ്ട്. അവര് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായിട്ടില്ല. ഭയങ്കര പൊടി, ഭയങ്കര പൊടി, പൊടി, ഭയങ്കര പൊടി. സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ അടിച്ചു വരുന്നുണ്ട്. അതിന്റെ പൊടി ഇങ്ങോട്ടാ വരുന്നത്. ഓരോ ഇടുക്ക് വഴി പോവാൻ വേണ്ടി. ഇങ്ങനെയുള്ള ഇടുക്ക് വഴി കൂടെ എല്ലാം കൊണ്ടുപോകുന്നത്. അപ്പം ഇവിടെ ഇല്ല സ്ഥലങ്ങളെല്ലാം ഒന്ന് കണ്ട് പരിചയപ്പെട്ടോളി നിങ്ങള്. ഇഷ്ടികേനെ കൊണ്ട് അധികം ഉണ്ടാക്കിയത്. നിലവും ഇഷ്ടികയാണ് പാകിയിരിക്കുന്നത്. ഇതെല്ലാം പണ്ട് ഗ്രാമങ്ങളായിരുന്നു. പക്ഷെ ഇതിപ്പോ സിറ്റി വന്നതോടുകൂടെ ജനസംഖ്യയും കൂടി. ഇവിടെയെല്ലാം കണ്ടോ, എല്ലാം ഇഷ്ടികന്റെ, തേപ്പ് കഴിച്ചിട്ടില്ല. ഇഷ്ടിക സിമെന്റിൽ അങ്ങോട്ട് ഇട്ട് വെച്ചിരിക്കുക, അത്രയില്ലോ. പശുവിനെല്ലാം റെയറായിട്ടാണ് ഇപ്പം കാണുന്നത് ഇവിടെയെല്ലാം. ഇന്നലെ രാത്രി ഒന്ന് കണ്ട്. ഇന്നിപ്പോ ഇവിടെ അവിടെ വാരാണസി സിറ്റിന്റെ ഉള്ളില് എവിടെയാണെന്നറിയില്ല. അന്നിനും പുറത്തയച്ചു വിട്ടുണ്ടാവില്ല, എല്ലാം കെട്ടിയിട്ടുണ്ടാവും വീട്ടിന്റെ ഉള്ളിൽ തന്നെ. കാരണം ആൾക്കാരുടെ ഇടയിലെല്ലാം ഇത് ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ട് അതൊരു നല്ല കാര്യം ചെയ്തിന്. പിന്നെന്ന് പറയുമ്പം ചാണകം ഇട്ട് കഴിഞ്ഞാൽ ആളെല്ലാം ചവിട്ടി എല്ലാം പണിയാവും. 3 തിരക്കും, നിലത്ത് നോക്കി നടക്കാൻ പറ്റില്ലല്ലോ നമുക്ക്. ഇതൊക്കെയാണ് ഇവിടുത്തെ സിറ്റിന്റെ ജസ്റ്റ് ഔട്ട്സ്കേർട്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ബോംബെ എല്ലാം കാണുമ്പോ ഇതൊന്നും ഒരു വലിയൊരു പുത്തിരിയല്ല. ബോംബെന്റെ ഔട്ട്സ്കേർട്സ് എല്ലാം കറങ്ങിയടിച്ച് കണ്ടയാക്ക് മനസ്സിലാക്കിയാക്ക് ഇതൊന്നും ഒരു പുത്തിരിയല്ല. ഇപ്പൊ കയറി കഴിഞ്ഞാൽ ഈ ഇഷ്ടികന്റെ വീട് അല്ലാന്നുണ്ടെങ്കിൽ ബോംബെ എല്ലാം പോലെ തന്നെയാന്ന് പറയാം. ഡൽഹി, ബോംബെ എല്ലാം ഏകദേശം, ഡൽഹിയും ഇവിടെയെല്ലാം ഏകദേശം ഒരേ കൺസ്ട്രക്ഷൻ ടൈപ്പാ. UP, ഡൽഹി എല്ലാം ഏകദേശം. ഇങ്ങനെ വീഡിയോ എടുക്കുന്നില്ല, ഫോണ് പോയി പോവോന്നൊരു മനസ്സിലൊരു പേടിയുണ്ട്. തട്ടിപ്പറിച്ചാ പോയില്ലേ. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു റെയിൽവേ ലൈനാ മുകളിൽ പോകുന്നത്. അണ്ടർപാസാ ഇത്. ചെറിയ ചെറിയ കച്ചവടങ്ങള്, ചെറിയ ചെറിയ കടകള്. വില്ലേജ് എന്ന് പറയാ. വില്ലേജിന്റെ എല്ലാം ഒരു രീതി. പക്ഷെ ഇത് ഇവിടുത്തെ സിറ്റിന്ന് ജസ്റ്റ് ഔട്ട്സ്കേർട്സ് ഓഫ് ദ സിറ്റി ആയതല്ലോ, അത്ര ദൂരം ഇല്ല. ഇവര് പിന്നെ ഏത് സാഹചര്യത്തിൽ എങ്ങനെയും നിൽക്കും. അങ്ങനെ ശീലിച്ചു വന്നതാ. അപ്പൊ അതേ രീതി ചെറിയ ചെറിയ വീടുകള്, ഒരു ഒറ്റ മുറിയായിരിക്കും. ചിലത് പുറമേന്ന് കാണുന്ന പോലെയല്ല, ഉള്ളിൽ നല്ല സൗകര്യം ഉണ്ടാവും. ഇവിടെ കളവും പിടിച്ചുപറിയും ഒക്കെ കൂടുതലുള്ള സ്ഥലങ്ങളാണ് മുമ്പേ. ഇപ്പൊ എങ്ങനെയാണെന്നറിയില്ല. ഇപ്പൊ പണ്ടത്തെ പോലെ കേൾക്കുന്നില്ല. അപ്പൊ എല്ലാത്തിലും ഗേറ്റുകളാ, സ്റ്റീലിന്റെ ഗേറ്റുകളാ വീടിനെല്ലാം, എല്ലാ വീടിനും, അധിക വീടിനും.
ചെറിയ ചെറിയ വാതില ഉള്ളോട്ടെല്ലാം പോകാൻ വേണ്ടി. അതിന് നമ്മളെ നാട്ടിലും പോലെ വിശാലമായിട്ടില്ല വാതിലൊന്നുമല്ല. എല്ലാം വീടും മതിലും എല്ലാം ഒന്നിച്ചായില്ല. അതിന്റെ ഇടയിൽ കൂടെ 2ഉം 3ഉം എല്ലാം ഓട്ടോ കയറ്റി വിടുന്നുണ്ട്. ഇതിപ്പോ കണ്ടില്ലേ, ഓട്ടോയിലാന്ന് വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്ന. അപ്പൊ കുറച്ച് ഇളക്കവും കുലുക്കവും എല്ലാം ഉണ്ടാവും. സ്റ്റെബിലിറ്റി ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. സ്ട്രീറ്റ് വ്യൂ ആണ്, സ്ട്രീറ്റ് വ്യൂ. വാരാണസിന്റെ ഔട്ടറില് റൂറൽ ഏരിയ വാരാണസിന്റെ കേട്ടോ. അധികം സിറ്റിന്ന് വിട്ടിട്ടില്ല. സിറ്റിന്ന് ഒരു 4 കിലോമീറ്റർ വിട്ടിട്ടുള്ള ഏരിയകളാണ് ഇതെല്ലാം. ഇതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാർനാഥിലേക്ക് പോകുന്ന വഴിയാ വാരാണസിന്ന്. എന്തായാലും ഈ പോയിന്റിൽ നിന്ന് ഒരു 8 കിലോമീറ്ററും കൂടെ ഉണ്ട്. മെയിൻ റോഡ് കൂടെ അല്ല പോകുന്നത്, ഇങ്ങനെയില്ല ചെറിയ ഉടുക്ക് വഴി കൂടെ പോകുന്നത്. ഇങ്ങനെ ഉടുക്ക് വഴി കൂടെ പോകുമ്പോൾ ഇവർക്ക് ട്രാഫിക് ഒഴിവാക്കാം, ആളെയും കിട്ടും. ആളിവിടുന്ന് കിട്ടും. ഹൈവേ കൂടെ പോകുമ്പോൾ ആളെ കിട്ടൂല. അതുകൊണ്ടാണ് ഈ റൂട്ടാണ് സാധാരണ പോക്ക്. മറ്റേതാകുമ്പോൾ എല്ലാം തിരക്കും ട്രാഫിക് ബ്ലോക്കും എല്ലാം ആണ്, നമ്മൾ പെട്ടെന്ന് എത്തുകയില്ല. അപ്പോൾ ഈ കാഴ്ചകളെല്ലാം കണ്ട് നമുക്കിങ്ങനെ പോവാം. സിറ്റി കൂടെ പോയി കഴിഞ്ഞാൽ, ഹൈവേ കൂടെ പോയി കഴിഞ്ഞാൽ ഒന്നും കാണാനില്ലല്ലോ പുതുമയായിട്ട്. അപ്പൊ ഇവിടെയെല്ലാം വന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പുതിയതായിട്ട് കാണാം. അത് നിങ്ങളിലും എത്തിക്കാം വീഡിയോ വഴി. സാർനാഥിലേക്ക് പോകുന്ന വഴിയാ. നമ്മളൊരു പുഴയല്ല, ഒരു കനാലിന്റെ ബ്രിഡ്ജായത്. ഫുള്ള് വെള്ളം കണ്ടോ? ഫുള്ള് പായലും പൂപ്പലും പിടിച്ചിരിക്കുക. കച്ചറ വെള്ളം. നായിയെല്ലാം ചത്ത് കിടക്കുന്നുണ്ട് അവിടെ. ഏതാ ബ്രിഡ്ജ് എന്നൊന്നും അറിയില്ല. അതായത് പോകുന്ന വഴിയാ. ഇങ്ങനെയെല്ലാം കാണുമ്പോ നമ്മൾ ഓർത്തു പോവും നമ്മളെ കേരളം എത്ര നല്ലയാന്ന്. ഇവിടുത്തെ ആൾക്കാർക്ക് ഇതെല്ലാം ഇങ്ങനെ ശീലായിപ്പോയി. നമ്മളെ നാട്ടിൽ നിന്ന് വരുന്നയാൾക്ക്, നമ്മളെ മലയാളികൾക്ക്, അല്ലെ സൗത്ത് ഇന്ത്യനെ പ്രത്യേകിച്ചും, സൗത്ത് ഇന്ത്യയിലെ ഒരു വൃത്തിയും വെടിപ്പൊന്നും ഇവിടെയില്ല. ഇവിടെ എവിടെയും കാണാനില്ല. അത് പുറത്തായാലും ഉള്ളിൽ അകത്തുണ്ട് വൃത്തിയെല്ലാം ഉണ്ട്, പുറത്ത് തീരെയില്ല. എല്ലാം തോന്നിയ പോലെ കച്ചറയിടുന്ന, ഗട്ടർ പോകുന്ന, തുപ്പലും മറ്റേ പാന ചവച്ചതും ഒക്കെ ഗട്ടറും. ഒരു പ്ലാനില്ല. ഒന്ന് സർക്കാർ കുറച്ച് ചെയ്യുന്നുണ്ട്, ബാക്കി കുറെ ചെയ്യാണ്ട് വിടുകയെന്ന്, കണ്ണടച്ച് വിടുക. അപ്പോ ജനസംഖ്യ ഉണ്ടെങ്കിലും കുറെയൊക്കെ നമുക്ക് നന്നാക്കാം. അതൊന്നും താല്പര്യം ആരും കാണിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? കറപ്ഷനാണ് അതിന്റെ പിന്നില് ഏറ്റവും വലിയ കെണി. അപ്പോ ഇതൊക്കെ നോർത്തിലെല്ലാം ഇങ്ങനെയെല്ലാം കൂടുതലും കാണുക. ആന്ധ്ര, തമിഴ്നാട്, കേരള, കർണാടക ഇവിടെയെല്ലാം ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കുറവാ. എന്നാലും വൃത്തിയുണ്ട് അവിടെയെല്ലാം. ഇവിടെയെല്ലാം വൃത്തി കുറവാ. വീടുകളിലെല്ലാം ഉണ്ട്, ഉള്ളിലെല്ലാം. പക്ഷെ പുറമേയെല്ലാം വളരെ കുറവാ. അങ്ങനെ നമ്മള് ഓരോ വഴി കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. സാർനാഥ് എത്തിയില്ല. തിരക്കായോണ്ട് പ്രത്യേകിച്ച് പറയണം, നമ്മൾ വിചാരിച്ച സമയം നേരത്തൊന്നും എത്തൂല. നിങ്ങൾക്ക് ട്രെയിനോ ബസ്സെല്ലാം പിടിക്കണമെങ്കിൽ, അല്ലെ ഫ്ലൈറ്റ് പിടിക്കണമെങ്കിൽ വിചാരിച്ചാലും നേരത്തെ. ഇപ്പൊ 2 മണിക്ക് വണ്ടിയാണെങ്കിൽ ഒരു 10 മണിക്കെങ്കിലും ഇറങ്ങണം, 2 മണിക്കെല്ലാം എത്തണമെങ്കിൽ. അത്രയും തിരക്കാണ്. കാരണം കുറെ നടക്കണം, നടന്നിട്ട് വേണം വണ്ടിയെല്ലാം കിട്ടാൻ വേണ്ടി. ഓക്കെ, ഇതാണ് കാഴ്ചകൾ ഇവിടുത്തെ. സാർനാഥിലേക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകള്. നമുക്ക് പുറത്തങ്ങോട്ട് അധികം ഇടുന്നില്ല ഫോണ്. പച്ചക്കറി മാർക്കറ്റിന്റെ മുമ്പ് തന്നെ വണ്ടി നിർത്തിയിരിക്കുന്നു, ഓട്ടോ. നിലത്ത് ഇരുന്നിട്ടുണ്ട്. പച്ചക്കറി ഉണ്ട് ഇവിടെ, വഴുതനയുണ്ട്, ക്യാരറ്റ്, ആ ഓറഞ്ച് കളറ്
ഓറഞ്ച് കളറ് ക്യാരറ്റ് അത് കോമൺ ആയി. ഇപ്പം കാബേജ് ഉണ്ട്, ബീട്രൂട്ട് ഉണ്ട്, പിന്നെ നമ്മളെ നാട്ടിലെല്ലാം കാണുന്ന പച്ചക്കറികളൊന്നും തന്നെ കൂടുതലും. വഴുതന, വീഡിയോ എടുക്കുമ്പോൾ ഓരോരുത്തരും നോക്കുമ്പോൾ എനിക്കത് ഫോണിന്റെ കാര്യത്തില് തീരുമാനമാവും. തട്ടിപ്പറിച്ച് പോയാലോ, കണ്ടുവരുന്നതല്ലേ കോമൺ ആയിട്ട്. അവിടെ കാട്ടില് ചോപ്പ്, മിർച്ചി, പേരക്ക, പപ്പായ, ബേർ കണ്ടമാനം കാണുന്നുണ്ട് ഇവിടെ. ബേർ, പച്ച ബേർ. പച്ച ബേറാണ് ഇപ്പൊ കോമൺ ആയിട്ട് കാണുന്നത് ഇവിടെ. കരിക്കുണ്ട്, കരിക്കിന് 80 ഉറുപ്യ. ഒരു കരിക്കിന് 80 ഉറുപ്യ പറഞ്ഞത്. വാരാണസിയില് ഇവിടെ ഒരു ഏകദേശം റേറ്റ് ഉണ്ടാവും, ഒരു 10 ഉറുപ്യേറ്റം കുറവുണ്ടാവും, 10-20 ഉറുപ്യ കുറവുണ്ടാവും. എല്ലാ സ്ഥലങ്ങളിലും ഇപ്പൊ കരിക്കെത്തിപ്പോയി. പണ്ടത്തെ പോലെയല്ല, ഇപ്പൊ എല്ലാ സ്ഥലത്തും എല്ലാ ഫ്രൂട്ട്സും എല്ലാ സാധനങ്ങളും എത്തുന്നുണ്ട്. കരിക്ക് എവിടുന്നാ വരുന്നറിയില്ല, പക്ഷെ സൗത്തുനിന്ന്, ആന്ധ്ര, തമിഴ്നാട് നല്ല ഇല്ല സാധനങ്ങള്. നമ്മളെ നാട്ടിൽ നിന്ന് പൈനാപ്പിൾ എല്ലാം ഇവിടെ എല്ലാം എത്തുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഓൾ ഓവർ ഇന്ത്യ, വേൾഡിലെ ഇല്ല, ഓൾ ഓവർ ദ വേൾഡിൽ വരുന്ന ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, എല്ലാ കൊമോഡിറ്റീസും ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ട് എല്ലാ ഗ്രാമങ്ങളിലും വരെ എത്തിത്തുടങ്ങി. കേരളത്തിൽ പിന്നെ പറയണ്ട, എവിടെ നോക്കിയാലും എല്ലാ സാധനവും കിട്ടും. അടുത്തില്ല ഒരു യുപിക്കാരൻ, അവൻ കൊച്ചിയിലായിരുന്നു. കൊച്ചി ട്രെയിനിലൊരു MP-കാരൻ, അവൻ ശ്രീകണ്ഠപുരം അവിടെ കല്ലിന്റെ പണിയെടുക്കുമായിരുന്നു, ചെങ്കല്ലിന്റെ പണി. അങ്ങനെ ഇവിടുന്ന് ഈ സ്റ്റേറ്റിൽ നിന്ന് മധ്യപ്രദേശിൽ നിന്നെല്ലാം ഒരുപാട് ആളുണ്ട് കേരളത്തിൽ പണിയെടുക്കാൻ വരുന്നത്. ഇപ്പൊ പണി കുറവാ, വീട് പണിയെല്ലാം കുറഞ്ഞ്, ബിൽഡിങ്ങിന്റെ പണിയെല്ലാം കുറഞ്ഞ്, കൺസ്ട്രക്ഷൻ കുറഞ്ഞ്. അപ്പോ കുറെ ആളിങ്ങോട്ട് നാട്ടിലേക്ക് തിരിച്ചു വന്ന്, കുറച്ചാൾക്കാരിപ്പോ അവിടെ ഉണ്ട്. കാരണം ഇവിടുത്തേലും കൂലി കൂടുതലാണ്.